ചാലക്കുടി പുഴയ്ക്ക് കുറുകെയുള്ള പഴയ പാലം ശനിയാഴ്ച മുതൽ വീണ്ടും അടച്ചിടും. ഹെയറിംഗ് മാറ്റുന്ന പ്രവൃത്തികൾക്കായാണ് ഇപ്പോൾ പാലം അടയ്ക്കുന്നത്. പാലത്തിന്റെ ബെയറിംഗ് മാറ്റുന്ന പ്രവൃത്തികൾക്കായി 20 ദിവസത്തോളം വേണ്ടിവരുമെന്നാണ് കണക്കുകൂട്ടൽ. പാലം അടച്ചിടുന്നതോടെ തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ സമാന്തര പാലത്തിലൂടെയായിരിക്കും കടത്തിവിടുക. 7 സ്പാനുകളിലായി 42 ബെയറിങ്ങുകളാണ് മാറ്റുന്നത്. ജാക്കി ലീവർ ഉപയോഗിച്ച് പാലത്തിന്റെ സ്പാൻ ഉയർത്തിയതിനു ശേഷമാണ് പുതിയ ബെയറിങ്ങുകൾ ഘടിപ്പിക്കുന്നത്. പാലം അടച്ചിടുന്നതോടെ ദേശീയപാതയിൽ ഗതാഗത കുരുക്ക് രൂപപ്പെടാനുള്ള സാധ്യത ഏറെയാണ്. വേനൽ മഴ കനത്താൽ പ്രവൃത്തികൾക്ക് തടസ്സമാകും. സ്കൂൾ തുറക്കും മുമ്പേ പ്രവൃത്തികൾ പൂർത്തിയാക്കുന്ന തരത്തിലാണ് പ്രവൃത്തികൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡിനാണ് നിർമ്മാണ ചുമതല. നിർമ്മാണത്തിന്റെ ഭാഗമായി ചാലക്കുടി മേഖലയിൽ വലിയ ഗതാഗത തടസ്സമാണ് അനുഭവപ്പെടുന്നത്. ദേശീയപാത ചാലക്കുടി മേഖലയിൽ മുരിങ്ങൂർ, കൊരട്ടി, ചിറങ്ങര എന്നിവിടങ്ങളിലാണ് പ്രവൃത്തികൾ നടക്കുന്നത്. മുരിങ്ങൂർ, ചിറങ്ങര എന്നിവിടങ്ങളിൽ അടിപ്പാതകളും കൊരട്ടിയിൽ മേൽപ്പാലവുമാണ് നിർമ്മിക്കുന്നത്. ചിറങ്ങരയിൽ ഇരുഭാഗത്തുകൂടിയും മുരിങ്ങൂരിൽ തൃശൂർ ഭാഗത്തേക്കുള്ള വശത്തിലൂടെയും വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട്. കൊരട്ടിയിൽ മേൽപ്പാല നിർമ്മാണത്തിന്റെ ഭാഗമായി തൂണുകൾ കോൺക്രീറ്റ് ചെയ്യുന്ന പ്രവൃത്തികളാണ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ഷീറ്റുകൾ തെന്നിമാറി കോൺക്രീറ്റ് പൂർണ്ണമായും ഒഴുകിപ്പോവുകയും ചെയ്തിരുന്നു. കൊരട്ടി മേഖലയിൽ കനത്ത ഗതാഗത കുരുക്കാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. ചാലക്കുടി പുഴ പാലം അടച്ചിടുന്നതോടെ ഗതാഗത കുരുക്ക് കൂടുതൽ രൂക്ഷമാകും. മീഡിയ ടൈം, ചാലക്കുടി.